നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള വിജയുടെ അവസാന വെള്ളിത്തിര വിരുന്നാണ് ജനനായകൻ എന്ന ചിത്രം സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ വിലയിരുത്തിയിരുന്നത്. ദളപതി വിജയ് ഇനി പൂർണ്ണമായും ജനക്ഷേമ രാഷ്ട്രീയത്തിലേക്കും പൊതുപ്രവർത്തനങ്ങളിലേക്കും തിരിയുന്നു എന്ന പ്രഖ്യാപനത്തിന് ശേഷമുള്ള സിനിമ എന്ന നിലയിൽ തുടക്കം മുതൽ തന്നെ ചിത്രത്തിന് ചരിത്രപ്രദമായ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇക്കാരണത്താൽ തന്നെ സിനിമയുടെ പ്രഖ്യാപനം മുതൽ റിലീസ് വരെ വമ്പൻ പ്രീ റിലീസ് ഹൈപ്പും അസാധാരണമായ അണപൊട്ടിയ ആവേശവുമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തരംഗം സൃഷ്ടിച്ചത്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രണയ അഭ്യൂഹങ്ങൾക്കിടെ വിജയുടെ അവസാന സിനിമ കാണാൻ നടിയും തൃഷയുടെ അമ്മയും തിയേറ്ററിൽ എത്തിയതിന്റെ വീഡിയോകളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ചെന്നൈയിലെ ഒരു തിയേറ്ററിൽ വെച്ചാണ് തൃഷ സിനിമ കാണാൻ എത്തിയിരുന്നത്. ചിത്രം കണ്ടതിനു ശേഷമുള്ള ഒരു ചിത്രവും തൃഷ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. ചിത്രം കണ്ടതിന് ശേഷം തന്റെ സിഗ്നേച്ചർ പുഞ്ചിരി സമ്മാനിക്കുന്ന തൃഷയുടെ ഒരു പോസ്റ്റ് താരം ഇൻസ്റ്റഗ്രാമിൽ റീഷെയർ ചെയ്യുകയായിരുന്നു. പ്രിയ ശ്യാം പങ്കുവച്ച ചിത്രത്തിന് ഒരു അവസാന തവണ ഒരു അവസാന നൃത്തം ജനനായകൻ സമ്മാനിച്ച ആവേശം എന്നായിരുന്നു ക്യാപ്ഷൻ. തിയേറ്ററിന് പുറത്ത് തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടത്തെ പരാമർശിച്ചുകൊണ്ട് തൃഷ കൃഷ്ണനും നിരുപമ എന്നൊപ്പം ജീവനോടെ തിരികെ എത്തിയിരിക്കുന്നു എന്നും അതിൽ കുറിച്ചിരിക്കുകയാണ്. തിയേറ്ററിന് പുറത്തിറങ്ങിയ താരം ആരാധകരെ ജനക്കൂട്ടത്തെയും ഇടയിലൂടെ കഷ്ടപ്പെട്ട് കാറിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളും കാണാനാകുന്നതാണ്. തങ്ങൾ നല്ല സമയം ചെലവഴിച്ചതായി തൃഷയുടെ അമ്മ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല സമയമായിരുന്നു. ഞങ്ങൾ സിനിമ ശരിക്കും ആസ്വദിച്ചു. ഇത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമാണെന്നറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ മിസ് ചെയ്യാൻ പോകുന്നു എന്നുമായിരുന്നു തൃഷയുടെ അമ്മയുടെ വാക്കുകൾ. പെട്ടെന്ന് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഗില്ലി, ലിയോ, തിരുപ്പാച്ചി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തൃഷയും വിജയും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ 2024 പുറത്തിറങ്ങിയ ദി ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിൽ തൃഷ ഒരു പ്രത്യേക വേഷത്തിലും എത്തിയിരുന്നു. ഇരുവരും ഒന്നിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതും വിജയുടെ പിറന്നാള് തൃഷ പങ്കുവച്ച പോസ്റ്റുകളും അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങളോട് വിജയോ തൃഷയോ ഇതുവരെയും പരസ്യമായി പ്രതികരിച്ചിട്ടുമില്ല. ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ വിജയിന്റെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയതോടെയാണ് ഈ ചർച്ചകൾ വീണ്ടും ശക്തി പ്രാപിച്ചത്. ഒരു നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നുവെങ്കിലും നടിയുടെ പേര് ആരാണെന്ന് പരാമർശിച്ചിരുന്നില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിൽ പലരും ഇത് തൃഷയെക്കുറിച്ചാണെന്നുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ചെങ്കൽപ്പേട്ട് മഹിളാ കോടതിയിൽ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിജയുടെ കുടുംബാംഗങ്ങളോ സംഗീതയോ മക്കളോ അദ്ദേഹത്തിന്റെ സിനിമയുടെ റിലീസിനോ മറ്റു പരിപാടികൾക്കോ എത്തിയിരുന്നുമില്ല. ഇതിനിടയിലാണ് നടിയും സഹതാരവും തൃഷ കൃഷ്ണനും അമ്മ ഉമാകൃഷ്ണനും കുടുംബസമേതം സിനിമയുടെ ആദ്യ ഷോ കാണാൻ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. വിജയുടെ കുടുംബം വിട്ടുനിന്ന ഈ വേളയിൽ തൃഷയും കുടുംബവും തിയേറ്ററിലേക്ക് ചിത്രം ആസ്വദിച്ചതും തുടർന്ന് വിജയ് സിനിമയിൽ നിന്നും വിരമിക്കുന്നതിൽ തനിക്ക് വിഷമമുണ്ടെന്ന് ഉമാകൃഷ്ണൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. വിജയുടെയും തൃഷയുടെയും പേരിലുള്ള ഗോസിപ്പുകളും സംഗീതയുടെ വിവാഹമോചന കേസും നിലനിൽക്കെയാണ് ഈ സംഭവങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. റിലീസ് ദിനത്തിലെ ആദ്യ ഷോ കാണാനായി തൃഷ ചെന്നൈയിലെ രോഹിണി സിൽവർ സ്ക്രീനിൽ തിയേറ്ററിൽ എത്തിയ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗത്തിലാണ് വൈറലായി മാറിയത്. ഇതിനെ അനുകൂലിച്ചും വിമർശിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇപ്പോൾ. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ജനനായകനെ തമിഴ്നാട്ടിൽ ഉടനീളം വൻ ആഘോഷങ്ങളോടെയാണ് ആരാധകർ വരവേറ്റത്. വിജയ് ചിത്രങ്ങളുടെ റിലീസ് സമയത്ത് ഉണ്ടാകുന്ന ആഘോഷങ്ങളെല്ലാം ഇത്തവണയും ഒട്ടും മാറ്റുകുറയാതെ ആരാധകർ നടത്തിയിട്ടുമുണ്ട്. തങ്ങളുടെ പ്രിയ താരത്തെ നേരിൽ കാണാൻ എത്തിയ ആരാധകരുടെ ആവേശമായ ആരവങ്ങളിലൂടെയാണ് തൃഷയും തിയേറ്ററിലേക്ക് പ്രവേശിച്ചത്. കഥയും ലോജിക്കും നോക്കാതെ പോയാൽ ആഘോഷിച്ച് കണ്ട് മടങ്ങി വരാവുന്ന സിനിമയാണ് ജനനായകൻ എന്നാണ് സിനിമ കണ്ടിറങ്ങിയ ആരാധകരിൽ ചിലർ കുറിച്ചിരിക്കുന്നത്. അന്യഭാഷാ നടന്മാരിൽ വിജയോളം കേരളത്തിൽ ക്രൗഡ് പുള്ളറായ മറ്റൊരു നടനില്ല. ഒരു സിനിമ അവസാനിക്കും, പക്ഷേ ഒരു യുഗം അവസാനിക്കുമോ? ജനനായകൻ ഒരു സിനിമ മാത്രമല്ല, വിജയ് എന്ന സൂപ്പർ സ്റ്റാർ തന്റെ സിനിമാ ജീവിതത്തിന് നൽകുന്ന അവസാന വണക്കം കൂടിയാണ്. ലീക്ക്, വിവാദം, നെഗറ്റീവ് ക്യാമ്പയിനുകൾ ഇവയൊക്കെ മറികടന്ന് ലോകമെമ്പാടുമുള്ള റെക്കോർഡ് ബുക്കിങ്ങുകളും ഹൗസ്ഫുൾ ഷോകളും ഒക്കെ ഒരേ ഒരു കാര്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സ്റ്റാർഡം ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ വിജയ് എന്ന ബ്രാൻഡ് ഉണ്ടാക്കാൻ പതിറ്റാണ്ടുകൾ വേണം. ആരാധകർക്ക് അദ്ദേഹം വെറും ഒരു നടനല്ല, ഒരു വികാരമാണ്, ഒരു ആഘോഷമാണ്, ഒരു തിയേറ്റർ അനുഭവമാണ്. ഇനി സിനിമയിൽ അദ്ദേഹം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഓപ്പണിങ്ങും ഇത്തരമൊരു ക്രൗഡ് പുള്ളിങ്ങും ഇത്തരമൊരു ആരാധക വിസ്ഫോടനവും വീണ്ടും കാണാൻ എത്ര വർഷം കാത്തിരിക്കണം എന്നതും അറിയില്ല. ഇപ്പോൾ നിങ്ങളാണ് പറയേണ്ടത്, എന്താണ് ആരാധകർ ഒരാൾ ജനനായകൻ സിനിമയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നത്.
എച്ച് വിനോദ് സംവിധാനം ചെയ്ത ചിത്രം വിജയുടെ നിർദ്ദേശപ്രകാരം തെലുങ്ക് സിനിമ ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആയിട്ടാണ് ഒരുക്കിയിരുന്നത്. ജനനായകൻ അതിഗംഭീരമായ അനുഭവമാണെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം. രോമാഞ്ചം ജനിപ്പിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇന്റർവെൽ പഞ്ച്. ചിത്രത്തിലെ ഏറ്റവും വലിയ ശക്തി വൈകാരികമായ അടുപ്പമാണെന്നും പ്രത്യേകിച്ച് വിജയുടെയും അമിതാഭ് ബൈജുവിന്റെയും രംഗങ്ങൾ ഗംഭീരമാണെന്നും ആരാധകർ പറയുന്നുണ്ട്. അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതവും പാട്ടുകളും ചിത്രത്തിന് മാറ്റുകൂട്ടുന്നുമുണ്ട്. രാഷ്ട്രീയപരമായ തിരക്കുകൾക്കിടയിലും ട്രൂപ്പുകളെ ഉപയോഗിക്കാതെ ചിത്രീകരണം പൂർത്തിയാക്കിയ വിജയുടെ സമർപ്പണവും ഏറെ പ്രശംസ അർഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ജനുവരി 9 തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന ചിത്രം സെൻസർ ബോർഡിന്റെ ഇടപെടലുകളെ തുടർന്ന് വലിയ പ്രതിസന്ധികൾ നേരിടുകയായിരുന്നു. ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടും സർട്ടിഫിക്കറ്റ് വൈകിയതും ചിത്രത്തിൽ രാഷ്ട്രീയ പ്രമോഷനുകൾ ഉണ്ടാകുന്ന ആരോപണം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു. ഇതിനിടയിൽ സിനിമയുടെ HD പതിപ്പ് ചോർന്നതും തിരിച്ചടിയായി മാറിയിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികൾ എല്ലാം മറികടന്നാണ് ഇതിനെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. റിലീസിന് മുൻപ് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനായി ചിത്രം 20 കോടിയിലധികമാണ് നേടിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 7.90 കോടിയും കർണാടകയിൽ നിന്ന് 6.03 കോടിയും കേരളത്തിൽ നിന്ന് 1.91 കോടിയും രൂപയാണ് ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കിയത്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബേബി ഡോള്, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിതാ ബൈജു തുടങ്ങിയ വൻ താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. KVN പ്രൊഡക്ഷൻസിന്റെ പേരിൽ വെങ്കിട് K നാരായണൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് അനിരുദ്ധാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ജനനായകൻ റിലീസ് ആയതുകൊണ്ട് തന്നെ പല സിനിമകളുടെയും റിലീസ് തീയതി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും ആദ്യം റിലീസിംഗ് മാറ്റിവെച്ചത് വിജയുടെ മകൻ കൂടിയായ ജെയ്സൺ സഞ്ജയുടെ സിഗ്മ എന്ന ചിത്രം തന്നെയാണ്. ജെയ്സൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത്. നേരത്തെ ജൂലൈ 31 പുറത്തിറങ്ങാൻ നിശ്ചയിച്ചിരുന്നതാണ് ഈ ചിത്രം. ഇതിപ്പോൾ ആഗസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പിന്നാലെ GV പ്രകാശ് കുമാറും കയാതു ലോഹറും പ്രധാന വേഷത്തിലെത്തുന്ന ഇമ്മോർട്ടൽ എന്ന സിനിമയും തങ്ങളുടെ റിലീസ് മാറ്റിവെച്ചതായി അറിയിക്കുകയായിരുന്നു. നേരത്തെ ജൂലൈ 23 പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്ന സിനിമയാണ് ഇത്. GV പ്രകാശ് തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ദളപതി വന്നാൽ തള്ളിപ്പോയി തന്നെ ആകണം, അതായത് ദളപതി വന്നാൽ നമ്മൾ മാറിക്കൊടുക്കണം, അതും വൺ ലാസ്റ്റ് ടൈം, ബെസ്റ്റ് ഓഫ് ലക്ക് ടീം JN എന്നും ഇമ്മോർട്ടൽ സെപ്റ്റംബർ 4 തിയേറ്ററുകളിലേക്ക് എത്തും എന്നുമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലായിട്ടാണ് സിനിമ പുറത്തിറങ്ങുക. അതിനിടെ ലോകേഷ് കനകരാജും വാമി ഗബ്ബിയും നായകന്മാരാകുന്ന DC എന്ന ചിത്രവും നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ റിലീസ് തീയതി മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ജൂലൈ 31 സിനിമ റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം പദ്ധതിയിട്ടിരുന്നത്. വിവിധ കാരണങ്ങളാൽ റിലീസ് നീണ്ടുപോവുകയായിരുന്നു. അങ്ങനെ എല്ലാ അനിശ്ചിതത്വങ്ങളും കടന്ന് ഒടുവിൽ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴേക്കും രാഷ്ട്രീയ രംഗത്ത് വൻ മാറ്റങ്ങളായിരുന്നു സംഭവിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കസേരയിൽ വിജയ് ഇരിക്കുമ്പോഴാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിനായി എത്തുന്നത് എന്നത് രാഷ്ട്രീയ സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവമോ തികച്ചും കൗതുകം ജനിപ്പിക്കുന്നതുമായ ഒരു യാദൃശ്ചികമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ.